നമസ്കാരം. ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. പ്രമുജമുനി തൻ്റെ പുത്രിയായ രേവതിയെ രേവതി നക്ഷത്രത്തിൽ തന്നെ ദർദമ മഹാരാജാവിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം മരുമകനോട് എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുന്നു. അത് താൻ സാധിച്ചു തരാമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ താൻ സ്വയംഭൂവ മനുവിൻ്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ട് മന്വന്തരാധിപനായ ഒരു പുത്രനെ ലഭിക്കണമെന്ന് വരം അപേക്ഷിക്കുന്നു. മുനി അത് സാധിച്ചു കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു, അങ്ങനെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ രേവതിയിൽ തന്നെ ജനിക്കുന്ന രൈവതൻ 5ാമത്തെ മനുവായി ഭവിക്കുമെന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ലോമശൻ എന്ന മഹർഷി അവിടെ വരുന്നു. അദ്ദേഹത്തെ നമസ്കരിച്ച് പൂജിച്ച ശേഷം രാജാവ് കൈകൂപ്പി തൊഴുതുകൊണ്ട് ചോദിക്കുന്നു, എനിക്ക് ദേവീ ഭാഗവതം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതെന്നെ കേൾപ്പിക്കുമോ എന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുന്നു. അപ്പോൾ മുനി പറഞ്ഞിരുന്നു, ദേവീ ഭാഗവതം പാരായണം ചെയ്യണം, അപ്പോഴാണ് ഇങ്ങനെ ഒരു പുത്രന് ജനിക്കുന്നതെന്ന് മുനി അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ലോമേശനോട് ഇപ്പോൾ അവിടെ ലോമേശൻ പ്രത്യക്ഷനായപ്പോൾ ചോദിക്കുന്നത്. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ത്രൈലോക്യ മാതാവായ ഭഗവതിയിൽ ഭക്തി ഉണ്ടായല്ലോ അത് വളരെ ഭാഗ്യമാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു സുദിനത്തിൽ ലോമേശൻ ഭാഗവത കഥ വിസ്തരിക്കാൻ തുടങ്ങി. രാജാവ് ഭാര്യയോടൊപ്പം 5 ദിവസം വിധിയാവണ്ണം അത് കേൾക്കുകയും ചെയ്തു. ഇനി ബാക്കി ഭാഗം പാരായണം ചെയ്യാം. ശ്ലോകം 81. സപ്തമേ ദിവസേ രാജ പുരാണം ജമുനിം തഥാ പൂജയാമാസ ധർമാത്മാ മുദാ പരമയായുധഃ. ധർമാത്മാവായ രാജാവ് 7ാം ദിവസം പുരാണത്തെയും മുനിയെയും വളരെയധികം സന്തോഷത്തോടെ പൂജിച്ചു. ശ്ലോകം 82. ഹുത്വാ നവാർണമന്ത്രേണ ഭോജയിത്വാ കുമാരികാഃ ബാടവാംശസപ്തഗീകാൻ ദക്ഷിണാഭിരതോഷയത്. നവാർണ മന്ത്രത്താൽ ഹോമം നടത്തി കന്യകമാരെയും സപത്നീകരായ ബ്രാഹ്മണരെയും ഭോജനവും ദാനങ്ങളും നൽകി സന്തോഷിപ്പിച്ചു. ശ്ലോകം 83. അധ കാലേന കിയതാ ഭഗവത്യാ പ്രസാദതഃ ഗർഭം ദധാരസാരാജ്ഞി ലോകകല്യാണകാരകം. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഭഗവതിയുടെ പ്രസാദം നിമിത്തം ആ രാജ്ഞി ലോകമംഗളകരമായ ഗർഭം ധരിച്ചു. ശ്ലോകം 84. പുണ്യേഥ സമയേ പ്രാപ്തേ ഗ്രഹൈ സുസ്ഥാനസംഗതൈഹൈ സർവമംഗളസമ്പന്നേ രേവതീ സുഷുവേ സുതം. ഗ്രഹങ്ങളെല്ലാം ശുഭസ്ഥാനത്ത് നിൽക്കുന്ന സർവമംഗളവും തികഞ്ഞ പുണ്യസമയത്ത് രേവതി ഒരു കുമാരനെ പ്രസവിച്ചു. ശ്ലോകം 85. ശ്രുത്വാ പുത്രസ്യ ജനനം സ്നാത്വാ രാജാമുദാന്വിതഃ സ സുവർണാംഭസാ ചക്രേ ജാതകർമാദികാ ക്രിയാഃ. പുത്രൻ ജനിച്ചെന്ന് കേട്ട് രാജാവ് കുളിച്ചു വന്ന് സുവർണ കുംഭത്തിലെ ജലം കൊണ്ട് ജാതകർമാദിക്രിയകൾ സസന്തോഷം ചെയ്തു. ശ്ലോകം 86. യഥാവിധി ച ദാനാനി ദത്വാ വിപ്രാനദോഷയത് കൃതോപനയനം രാജ സാംഗാൻ വേദാന പാഠയത്.
ശ്ലോകം 86 അർത്ഥം. രാജാവ് യഥാവിധി ദാനങ്ങൾ ചെയ്ത് ബ്രാഹ്മണരെ സന്തോഷിപ്പിച്ചു. യഥാകാലം ഉപനയനം നിർവഹിച്ച ശേഷം വേദാംഗങ്ങൾ ഉൾപ്പെടെ വേദങ്ങളെല്ലാം അവനെ പഠിപ്പിച്ചു. ശ്ലോകം 87 സർവവിദ്യാനിധിർജാതോ ധർമ്മിഷ്ഠോസ്ത്രവിദ്യാം വരഹ ധർമ്മസ്യ വക്താ കർത്താ ച രൈവതോ നാമ വീര്യവാൻ. സർവവിദ്യകളും തികഞ്ഞവനും ധർമ്മിഷ്ഠനും അസ്ത്രജ്ഞന്മാരിൽ മുൻപനും അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ കഴിയുന്നവരിൽ മുൻപനും ധർമ്മം ഉപദേശിക്കുന്നവനും അനുഷ്ഠിക്കുന്നവനുമായി തീർന്നു ആ കുമാരൻ, പരാക്രമശാലിയായ രൈവതനെന്ന കുമാരൻ. ശ്ലോകം 88 നിയുക്തവാനഥ ബ്രഹ്മ രൈവതം മാനവേ പദേ മന്വന്തരാധിപ ശ്രീമാൻ മന്വന്തരാധിപ ശ്രീമാൻ ഗാംശാസ സധർമ്മതഃ. ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ശ്ലോകം 88 നിയുക്തവാനഥ ബ്രഹ്മ രൈവതം മാനവേ പദേ മന്വന്തരാധിപ ശ്രീമാൻ ഗാംശാസ സധർമ്മതഃ. ബ്രഹ്മാവ് അദ്ദേഹത്തെ മനുവായി വാഴിച്ചു. മന്വന്തരാധിപനായി തീർന്ന അദ്ദേഹം ധർമാനുസൃതം ഭൂമിയെ പരിപാലിച്ചു. ശ്ലോകം 89 ഇത്തം ദേവ്യാ പ്രഭാവോയം സംക്ഷേപാണോപവർണിതാഃ പുരാണസ്യ ച മാഹാത്മ്യം കോ വക്തും വിസ്തരാക്ഷമഃ. ഇങ്ങനെ ദേവിയുടെ പ്രഭാവം ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. ഈ പുരാണ മാഹാത്മ്യം ആർക്ക് വിസ്തരിച്ചു പറയാനാവും? സൂത ഉവാച. ശ്ലോകം 90 കുംഭയോനിസ്തു മാഹാത്മ്യം വിധിം ഭാഗവതസ്യ ച ശ്രുത്വാ കുമാരം ചഭ്യർച്ച്യ സ്വാശ്രമം പുനരായയൗ. അഗസ്ത്യനാവട്ടെ ഭാഗവതത്തിൻ്റെ പഠനവിധിയും മഹാത്മ്യവും കേട്ടതിന് ശേഷം സ്കന്ദനെ പൂജിച്ചിട്ട് തൻ്റെ ആശ്രമത്തിലേക്ക് പോയി. ശ്ലോകം 91 ഇദം മയാ ഭാഗവതസ്യ വിപ്ര മാഹാത്മ്യമുക്തം ഭവതാം സമക്ഷം ശൃണോതി ഭക്ത്യാ പഠതീഹ ഭോഗാൻ ഭുക്ത്വാഖിലാൻ മുക്തിമുപൈതി ചാന്തേ. വിപ്രന്മാരെ, ഭവാന്മാരുടെ മുൻപിൽ ഭാഗവത മാഹാത്മ്യം ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് ഭക്തിപൂർവം കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവർ സകല ഭോഗങ്ങളും അനുഭവിച്ചിട്ട് അവസാനം മുക്തിയും തേടും. ഇത് ശ്രീ സ്കന്ദപുരാണേ മാനസഖണ്ഡേ ശ്രീദേവി ഭാഗവത മഹാത്മ്യേ ചതുർത്ഥോധ്യായ സമാപ്ത. 4-ാം അധ്യായം സമാപിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.